സ്റ്റുഡൻസ് ഇഷ്യൂ പ്ലസിൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ +2 ഇംഗ്ലീഷ് ചാപ്റ്റർ 10 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വെർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. അപ്പോൾ ഇത് ഒരു കവിതയാണ് കേട്ടോ, നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. നമ്മുടെ കൂടുതലും ഈ ഒരു കവിത ഉന്നയിക്കുന്ന ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇന്ത്യ ബ്രിട്ടീഷ് അധിനിവേശം നടക്കുന്ന സമയത്തുള്ള ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു കവിതയിലൂടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിൽ വീർപ്പുമുട്ടിയിരുന്ന ആ ഒരു പ്രിയപ്പെട്ട സഹജനങ്ങളുടെ മനസ്സുകളിൽ ധൈര്യം നിറക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഈ ഒരു കവിത രചിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. അപ്പം വെർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. മലയാളത്തിലേക്ക് നമുക്കിത് ഉദ്ദേശിക്കുകയാണെങ്കിൽ എങ്ങനെ പറയുന്നത്? ഭയമില്ലാത്ത മനസ്സെന്ന് പറയാം. ഭയമില്ലാതെ ആവുക എന്ന് പറയുമ്പം അന്നത്തെ കേസിൽ എന്തായിരിക്കും, നമുക്ക് ഫ്രീഡത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അതിനുള്ള ശേഷിയുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് തൻ്റെ ഈ ഒരു കവിതയിലൂടെ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ശ്രമിച്ചിട്ടുള്ളത്. കവിതയിലേക്ക് കടക്കാം നമുക്ക്. വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. എന്താണ് പറയുന്നത്? വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. മനസ്സിൽ ഭയമില്ലാതെയാക്കുമ്പോൾ, വിത്തൗട്ട് ഫിയർ വിച്ച് മീൻസ് ഭയമില്ലാതെയാക്കുമ്പോൾ. അപ്പം മനസ്സ്, ദാറ്റ് ഈസ് മൈൻഡ്. അപ്പം വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. ഇവിടെ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തല അല്ലേ, ഹെൽഡ് ഹൈ, തല ഉയർന്നു നിൽക്കുക. ആൻഡ് വേർ നോളജ് ഈസ് ഫ്രീ. എന്താണ് നോളജ്? അറിവ് ഇസ് ഫ്രീ ആണ്. അപ്പോൾ ഇത് നോർമലി നമ്മൾ ഇപ്പം ഇംഗ്ലീഷ് വേർഡ്സ് ആൻഡ് ആൻസർ ആ ഒരു രീതിയിലേക്കല്ല നമ്മളിതിനെ ചിന്തിക്കേണ്ടത്. ഇതൊരു കവിതയാണല്ലോ, അതിൻ്റെ പോയറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സാഹിത്യപരമായിട്ട് ഈ ഒരു വരികളിലൂടെ നമ്മുടെ പോയറ്റ് നമ്മളോട് ചില കാര്യങ്ങൾ, ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്കൊന്ന് എങ്ങനെയാണ് ഇതിൻ്റെ ആശയം വരുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ആ ഒരു ലൈൻസ് വായിക്കുകയാണ് കേട്ടോ. ദാറ്റ് ഈസ് where the mind is without fear and the head is held high. ഈ രണ്ട് ലൈൻസ് എന്താണ് പറയുന്നത്? അതായത് പോയറ്റിൻ്റെ, നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഡ്രീമാണ് of a country where people live without fear and with dignity. അല്ലേ? നമ്മുടെ ഈ ഒരു രാഷ്ട്രത്തിലുള്ള എല്ലാ ജനങ്ങളും ഭയമില്ലാതെ ജീവിക്കണമെന്ന്. അപ്പം ഈ ഒരു ലൈൻസ് എന്താണ് പറയുന്നത്? ദറ്റ് ഈസ് വിത്തൗട്ട് ഫിയർ. മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, ഭയമില്ലാതെ. ആൻഡ് ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. ഈ ഒരു ഹെഡ് ഈസ് ഹെൽഡ് ഹൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽഫ് റെസ്പെക്റ്റ് വേണം. ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ, ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? അവർ സ്ലേവ്സ് ആയിരുന്നു അല്ലേ, അടിമകളായിരുന്നു. ആ ഒരു ടൈമിലും ഇദ്ദേഹം പറയാണ് ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, അതായത് സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യണം. അവർക്ക് അവരോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ അവരുടെ മനസ്സുകളിൽ ഭയം ഒരിക്കലും ഉണ്ടാവരുതെന്ന്. അപ്പോൾ അതാണ് ഈ ഒരു രണ്ട് ലൈൻസ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലൈൻസ് എന്താ പറയുന്നതെന്ന് നോക്കാം. വെർ നോളജ് ഈസ് ഫ്രീ. ഈ ഒരു വെർ നോളജ് ഈസ് ഫ്രീ കോമൺലി നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അറിവ് ഫ്രീ ആണ് അല്ലേ? അപ്പം പക്ഷേ ഇതിൻ്റെ ആ ഒരു ലിറിക്സിൻ്റെ ഉള്ളിലുള്ള മീനിങ് എന്താണ്, പോയിട്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നോക്കുന്നതാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസവും അറിവും അത് എല്ലാവർക്കും ഇല്ലേ, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് അല്ലേ? അത് ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി മാത്രം നമ്മളത് ലിമിറ്റ് ചെയ്ത് വെക്കത്തില്ല. എല്ലാ രീതിയിലും, എല്ലാ മത, ജാതി, വർഗ ഭേദമന്യേ എല്ലാവർക്കും ഈ ഒരു എഡ്യൂക്കേഷനും പിന്നെ നോളജും അറിവും കിട്ടണമെന്നാണ് നമ്മുടെ പോയറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദറ്റ് ഈസ് where knowledge is available to all without any discrimination. ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്താണ് ചൂഷണമൊന്നും ഇല്ലാതെ തന്നെ എല്ലാ മതങ്ങൾക്കും ജാതികൾക്കും ഈ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് എല്ലാവർക്കും കിട്ടണമെന്നാണ് ഈ ഒരു ലൈനിലൂടെ നമ്മുടെ പോയറ്റ് രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത് കേട്ടോ. അതത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. Where the world has not been broken up into fragments by narrow domestic walls. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്താണ് ഇവിടെ അർത്ഥാക്കുന്നത്? Where the world
വേൾഡ് എന്ന് വെച്ചാൽ ലോകം ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻറ്റു ഫ്രാഗ്മെൻറ്റ്സ്. ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ, ചെറിയ ചെറിയ കഷ്ണമാക്കുന്നതിനാണ് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ബ്രോക്ക് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ബൈ എ നാരോ ഡൊമസ്റ്റിക് വേൾഡ്. അപ്പോൾ ഇതൊക്കെ ഒരു പോയറ്റിക് തീമാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ വെക്കുന്ന അർത്ഥതലങ്ങളല്ല ഇതിന് വരുന്നത്. അപ്പോൾ അതെന്താണ്, പോയറ്റ് എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ്, ഈ ഒരു കഷ്ണങ്ങളാക്കി മാറ്റുക എന്നതുകൊണ്ട് ഇവിടെ പോയിട്ട് പറയുന്നത് ഈ ഒരു വേൾഡിനെ, ലോകത്തെ നമ്മൾ ഒരിക്കലും റിലീജിയൻ, കാസ്റ്റ് അല്ലെങ്കിൽ വർഗം, റേസിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ഡിവൈഡ് ചെയ്യപ്പെടരുതെന്ന്. നമുക്കെല്ലാവരും, ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളിലും ഒരു യൂണിറ്റി, അല്ലേ, എല്ലാവരും ജീവിക്കേണ്ടത് എല്ലാവരും സമന്മാരെന്ന രീതിയിലായിരിക്കണമെന്നാണ് ഈ ഒരു ലൈൻസിലൂടെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വേർ വേർഡ്സ് കം ഔട്ട് ഫ്രം ദി ഡെപ്ത് ഓഫ് ട്രൂത്ത്. എന്താണ് ഈ ഒരു ലൈൻ പറയുന്നത്? where words come out from the depth of truth. തീർച്ചയായിട്ടും എല്ലാവരും, വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരിക്കും അല്ലേ വേർഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു വേർഡ്സ് എവിടുന്ന് വരണം? ഫ്രം ദി ഡെപ്ത് ഓഫ് ട്രൂത്ത്, സത്യത്തിൽ നിന്ന് വരണം എന്നാണ് പറയുന്നത്. പീപ്പിൾ ഷുഡ് ഓൾവേസ് സ്പീക്ക് ദി ട്രൂത്ത് വിത്ത് ഓണസ്റ്റി. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ തീർത്തും സത്യസന്ധമായിരിക്കണമെന്ന് നമ്മുടെ പോയറ്റ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതാണ് where the words come out from the depth of truth എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ലൈൻസ് നമുക്ക് നോക്കാം. where tireless striving stretches its arms towards perfection. എന്താണ് ഈ ഒരു ലൈൻ മീൻ ചെയ്യുന്നത്? അപ്പം ടയർലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തളരാത്ത എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. തളരാത്ത എന്നാണ്. സ്ട്രൈവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശ്രമിക്കുന്ന, അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ആൻഡ് സ്ട്രെച്ചസ് ഇറ്റ്സ് ആം ടുവേർഡ്സ് പെർഫെക്ഷൻ, അല്ലേ, പെർഫെക്ഷനിലേക്ക് വേണ്ടിയിട്ട് തളരാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് പോയറ്റിക് മീൻസ് എന്താണ് വരുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ജനങ്ങൾ ഷുഡ് വർക്ക് ഹാർഡ് വർക്ക്ഡ് ആയിരിക്കണം. ആൻഡ് കണ്ടിന്യൂസ്ലി ടു ഇംപ്രൂവ് ദംസെൽഫ് ആൻഡ് ദെയർ കൺട്രി, അല്ലേ. നമ്മൾ കൂടുതലും അധ്വാനിക്കുന്നതാണെങ്കിൽ, നല്ല രീതിയിൽ അധ്വാനിക്കുന്നതാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു വ്യക്തിത്വം ഉടലെടുക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ കൺട്രിയുടെയും ഉയർച്ചയ്ക്ക് ഇത് സാധിക്കുമെന്ന് നമ്മുടെ പോയറ്റ് പറയുന്നുണ്ട്. അതാണ് വേർ tireless striving stretches its arms towards perfection എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ടയർലെസ് എന്ന് പറയുന്നത് ഇവിടെ സ്ട്രൈവിങ്ങിനെ, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആണല്ലോ, ഇതിനെ ചൂണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടയർലെസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. where the clear stream of reason has not lost its way into the dreary desert sand of dead habit. എന്താണ് ഈ ഒരു അർത്ഥം പറയുന്നത്? ഇതിൽ നമുക്ക് പരിചയമുള്ള വേർഡ്സ് ഒന്ന് പരിചയപ്പെടാം. where the clear stream എന്ന് വെച്ചാൽ അത്രയ്ക്കും, അല്ലേ, അത്രയ്ക്കും തെളിഞ്ഞ് കിടക്കുന്ന സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുവി എന്നാണ് വരുന്നത്. ക്ലിയർ സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിഞ്ഞ അരുവി. ഓഫ് എ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കാരണമാണ്. ഹാസ് നോട്ട് ലോസ്റ്റ് ഇറ്റ്സ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി എന്നാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തില്ല നോർമൽ വേർഡ്സ് വെച്ചിട്ട്. എന്താണ് കവിതയിൽ ഉൾക്കൊള്ളുന്ന ആശയം എന്ന് നോക്കാം. where the clear stream of reason has not lost its way into the dreary desert sand of dead habit. അതായത് നമ്മുടെ ലോജിക്കൽ തിങ്കാണ് ക്ലിയർ സ്ട്രീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ റീസണിങ് മൂലവും നമ്മൾ ആ ഒരു കൈൻഡ് ഓഫ് സൊസൈറ്റിനെ നമ്മൾ ഗൈഡ് ചെയ്യണം. നോട്ട് ഔട്ട്ഡേറ്റഡ് കസ്റ്റം ഓർ ബ്ലാങ്ക് ട്രഡീഷൻസ്. അപ്പം നമ്മൾ ആ കസ്റ്റംസോ
ബ്ലൈൻഡായിട്ട് നമ്മൾ ആ ഒരു ട്രഡീഷൻസ് പാരമ്പര്യവും നമ്മൾ അത് വിശ്വസിച്ച് പോരാതെ നല്ല രീതിയിലുള്ള ക്ലിയർ ആയിട്ടുള്ള ലോജിക്കൽ തിങ്കിങ്ങിലൂടെ എല്ലാം പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്കത് വിത്തൗട്ട് ഫിയർ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. where the mind is led forward by thee into ever widening thought and action into that heaven of freedom, my father, let my country awake. അപ്പോൾ എന്താണ് ഈ ലൈൻസ് പറയുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ ഉണ്ടായല്ലോ ദി, ദാറ്റ് മീൻസ് where the mind is led forward by the thee. ഇതെന്താ വെച്ചാൽ ഈ ഒരു തീ വെച്ച് റെഫർ ചെയ്യുന്നത് നമ്മുടെ ഗോഡിനെയാണ് കേട്ടോ. ഗോഡിനോടാണ് ഇത് പറയുന്നത്. കൂടാതെ ഇവിടെ നമ്മൾ ഫാദർ എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഇതും ഗോഡിനെയാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. ഗോഡിനോടാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. where the mind is led forward അല്ലേ, by the into ever widening thought and action. ഈ ലൈൻസ് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഗോഡ് വിച്ച് മീൻസ് ദേ എപ്പോഴും എന്താണ് പീപ്പിളിനെ ഗൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ലൈക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഗോഡ് തീർച്ചയായിട്ടും ഒരു മുൻവിധി പ്രഖ്യാപിച്ച് നൽകിയിട്ടുണ്ടാവും. ആൻഡ് ടു ഗ്രോ ഇൻ ബോത്ത് തോട്ട് ആൻഡ് ആക്ഷൻ, നമ്മുടെ തോട്ട് പ്രോസസ്സിലൂടെയും ആക്ഷനിലൂടെയും നമുക്ക് തീർച്ചയായിട്ടും വളരാനുള്ള എല്ലാ കെൽപ്പും നമ്മുടെ ദൈവം തന്നിട്ടുണ്ട്. ആൻഡ് എക്സ്പാൻഡിങ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓൾസോ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, വളർച്ച പ്രാപിക്കുന്നത് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതോടുകൂടെയാണ്. ആൻഡ് ഈ ഒരു കാര്യം പറയുന്നത് അതാണ്, ഗോഡ് എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സകല കഴിവുകളും തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം നിങ്ങളും പ്രവർത്തിക്കാൻ എന്നുള്ളൊരു കാര്യമാണ് രവീന്ദ്രനാഥ ടാഗോർ ജനങ്ങളോടായിട്ട് ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ലൈൻസ് നോക്കാം. ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക്. അപ്പം ആ ഒരു രീതിയിൽ വെച്ചുകൊണ്ട് തന്നെ ദ പോയറ്റ് പ്രേസ് ടു ഗോഡ് ടു അവേക്കൺ ഇന്ത്യ ഇൻ ടു എ ഫ്രീ പ്രോഗ്രസീവ് ആൻഡ് എൻലൈറ്റൻഡ് നാഷൻ. അപ്പം എന്താണ് അവസാന വരികളിലൂടെ രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നതാണ് ഈ ഒരു ഫ്രീഡത്തിലൂടെ തന്നെ ഹെവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്വർഗം എന്നാണ് പറഞ്ഞത്. ഹെവൻ ഓഫ് ഫ്രീഡം, സ്വർഗതുല്യമായിട്ടുള്ള സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് മൈ ഫാദർ, എൻ്റെ ദൈവമേ. ഫാദർ ഇവിടെ റെഫർ ചെയ്യുന്ന ഗോഡിനെയാണ്. എന്താ, ലെറ്റ് മൈ കൺട്രി അവേക്ക്. നമുക്ക് നല്ല ഇപ്പം നരകതുല്യമാണല്ലേ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ. ഇപ്പം സ്വർഗതുല്യമായിട്ടുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി എൻ്റെ നാട്ടിലെ ജനങ്ങളെ എല്ലാവരെയും ഉദ്ബോധരാക്കൂ ദൈവമേ എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത്. ഇത്രയാണ് ഈ ഒരു ചെറിയൊരു സിമ്പിൾ കവിതയാണ്. അപ്പം ഈ ഒരു കവിതയിലൂടെ എന്താണ് നമ്മുടെ ടാഗോർ ഉൾക്കൊള്ളുന്നത്? നമ്മുടെ നമ്മുടെ രാജ്യത്തിന് എന്താണ് ഫ്രീഡം അനിവാര്യമാണ്. പിന്നെ അതെങ്ങനെയാണ് കെട്ടിപ്പടുക്കേണ്ടത്? ഇറ്റ്സ് എ ട്രൂത്ത്, യൂണിറ്റി, ഹാർഡ് വർക്ക്. പിന്നെ കൂടാതെ നല്ലൊരു തോട്ട് പ്രോസസ്സിലൂടെയാണ് ജനങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത്, ലീഡ് ചെയ്യേണ്ടത്. അതിലൂടെ നമുക്ക് പ്രോസ്പെറിറ്റിയും പ്രോഗ്രസ്സും നേടിയെടുക്കാൻ പറ്റും. ബ്രിട്ടീഷ് അധീനതയിൽ നിന്ന് മാറി നല്ല രീതിയിലൊരു സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കവിത എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൽ കുറച്ച് വേർഡ്സ് നമ്മൾ പരിചയപ്പെടാം, അതിൻ്റെ മീനിങ്ങും. ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീതി അല്ലെങ്കിൽ ഭയം എന്നാണ് അർത്ഥം വരുന്നത്. നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവാണ്. ആൻഡ് ഫ്രാഗ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, കഷ്ണമായിട്ട് കഷ്ണം, അതിനാണ് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ടയർലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശ്രമിയായ, തളരാത്ത എന്നൊക്കെ അർത്ഥം വരും. സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാഹം, അരുവി, അതൊക്കെയാണ് സ്ട്രീമിൽ വരുന്നത്. ആൻഡ് ഡിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്താകുലമായിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള ഡിയറി വരുന്നത്. ആൻഡ് വൈഡനിങ് ആൻഡ് വ്യാപിക്കുക, സ്പാൻഡ് ചെയ്യുക, വൈഡനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആൻഡ് അവേക്ക് എന്ന് വെച്ചാൽ ഉണരുക എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ചില മീനിങ്സ് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള വേർഡ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കാം. What is meant by mind is without fear and head is held high? അപ്പോൾ ഇത് ഫസ്റ്റ് ലൈൻസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ, ഈ ഒരു മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്ന്. അപ്പം ഇനി ഫൈനൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈന് തന്നിട്ട് ചോദിക്കും വാട്ട് ഈസ് മെൻഡ് ബൈ എന്ന്, അതായത് എന്താണ് ഈ ഒരു ലൈൻസ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പോൾ അതിൽ ഇവിടെ തന്നിരിക്കുന്ന അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നുണ്ട്, 3 ഓപ്ഷൻസ്. അപ്പോൾ അതിൽ നിന്ന് ശരിയായിട്ടുള്ള ആൻസർ, ഈ ഒരു ഫ്രേസിന് കറക്റ്റായിട്ടുള്ള മീനിങ് വരുന്ന ആൻസർ താഴെ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. ഫസ്റ്റ് വരുന്നത് ടു ബി ഫിയർലെസ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റിംഗ്. ടു ബി ഫിയർലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പേടിയില്ലാത്തവരാക്കുക. ഫിയർലെസ് എന്ന് വെച്ചാൽ ഫിയർ എന്ന് വെച്ചാൽ പേടി, ഫിയർലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയില്ലാതെ. ആൻഡ് സെൽഫ് റെസ്പെക്റ്റിങ്, നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് സെൽഫ് റെസ്പെക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടു ബി ഫിയർലെസ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റിംഗ് അത് ശരിയായിട്ടുള്ളൊരു പോയിൻ്റാണ് അല്ലേ. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. നമുക്കിനി എന്തെങ്കിലും പോയിൻറ്റും കൂടെ മോർ ഉണ്ടോയെന്ന് നോക്കാം. ടു ബി പ്രൗഡ് ഓഫ് വൺസ് ഹൈ പൊസിഷന്. ടു ബി പ്രൗഡ്, പ്രൗഡ് വിച്ച് മീൻസ് എന്താണ്, അഭിമാനിക്കുക എന്നാണ്. വൺസ് ഹൈ പൊസിഷൻ, വൺസ് എന്ന് വെച്ചാൽ മറ്റുള്ള ഏതെങ്കിലും ഒരാളുടെ ഹൈ പൊസിഷനിൽ, അവൻ്റെ വലിയ ഉന്നത പദവിയിൽ നമ്മൾ സന്തോഷിക്കാന്ന് ആണോ? അത് എക്സാക്റ്റ് ഈ ഒരു ഫ്രേസിന് കറക്റ്റ് ആൻസറായിട്ട് തോന്നുന്നില്ല അല്ലേ. അപ്പം അത് നോട്ട് കറക്റ്റാണ്. അപ്പം എന്താണ്, കറക്റ്റ് ആൻസർ അല്ലാതെ. ഇനി തേർഡും കൂടെ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ടു സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് ബി കെയർ ഫ്രീ എന്ന്. എന്താണ് ഈ ഒരു ഫ്രേസിൻ്റെ ശരിക്കുള്ള മീനിങ് ആയിട്ട് ഇതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നേരെ നിൽക്കുക, എന്നിട്ട് കെയർ ഫ്രീ, ചിന്തകളൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കുക, ഇതാണോ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്? അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു മീനിങ് ഈ എന്തായാലും ഈ ഒരു ഫ്രേസിന് അവർ കൊടുക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതാണല്ലേ എന്താണ്, ടു ബി ഫിയർലെസ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റിംഗ് എന്നാണ് ഈ ഒരു ഫ്രേസിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദി പോയറ്റ് മീൻ ബൈ വേർ നോളജ് ഇസ് ഫ്രീ എന്ന്. വാട്ട് ഡസ് ദി പോയറ്റ് മീൻ, എന്താണ് പോയറ്റ് വേർ നോളജ് ഈസ് ഫ്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മീൻ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് പറയാം, വേർ നോളജ് ഈസ് അവൈലബിൾ ടു ഓൾ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ അല്ലേ. എല്ലാവർക്കും അറിവ് എങ്ങനെയാണ്, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ തന്നെ, മതവും ജാതി വർഗം ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും നല്ല തുല്യ രീതിയിൽ നോളജ് അവൈലബിൾ ആയിരിക്കും. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ടാഗോർ പറയുന്നത് വേർ നോളജ് ഈസ് ഫ്രീ എന്ന്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഹാസ് ദി വേർഡ് ടയർലെസ് ബീൻ യൂസ്ഡ് ടു ഡിസ്ക്രൈബിങ് സ്ട്രൈവിങ്. അപ്പോൾ സ്ട്രൈവിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് ടയർലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്തിനായിരിക്കും? ദാറ്റ് ഈസ് എന്താണ്, ഒരു ടയർലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തളരാത്ത എന്നാണ് അർത്ഥം വരുന്നത്. സ്ട്രൈവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ തളരാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ. നമ്മളിപ്പം ഒരു തളരാതെ പരിശ്രമിക്കുക, ഇനിയും എന്തോ നമ്മൾ ചെയ്ത് തീർക്കാനുണ്ട്, അതാണ് ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനെ മീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ടയർലെസ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ, സ്ട്രൈവിങ്ങിൻ്റെ കൂടെ സ്ട്രൈവിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. The domestic walls are usually associated with safety, comfort and love. Are these feelings evoked by the phrase narrow domestic walls? If not, choose the correct answer from the ones given below. അപ്പോൾ ഇവിടെ പറയുന്നത് ഡൊമസ്റ്റിക് വോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആഭ്യന്തര മതിൽ എന്നൊക്കെയാണ് മലയാളത്തിൽ വരുന്നത്. പക്ഷെ അത് ഇതിനെന്താണ് അസോസിയേറ്റ് ചെയ്യുന്നത്? സേഫ്റ്റി, നമ്മുടെ സുരക്ഷിതത്വം, പിന്നെ ആശ്വാസം, കംഫർട്ട് ആൻഡ് ലവ്, സ്നേഹത്തിന്, ഇതിനൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് വോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ കവിതയിലെ നാരോ ഡൊമസ്റ്റിക് വോള് റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലൈനും നമുക്ക് തരുന്ന ഒരു മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതേപോലെ തന്നെ ഡൊമസ്റ്റിക് ബോളിൻ്റേതുപോലെ തന്നെ ആണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇഫ് നോട്ട് ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദ വൺസ് ഗിവൺ ബിലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും തന്നെ കറക്റ്റ് അല്ലെങ്കിൽ ചൂസ് ചെയ്യാനില്ല. ഇനി അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം വേറെയാണ്, കമ്പയറിങ് ടു ഡൊമസ്റ്റിക് ബോൾസ് എന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്നതിലാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. സ്മോൾ ഹൗസസ് വിച്ച് മേക്ക് അസ് ഫീൽ ക്രാംപ്ഡ്. എന്താണ് സ്മോൾ ഹൗസസ് അല്ലേ? ചെറിയ വീട് വിച്ച് മേക്ക് അസ് ഫീൽ ക്രാംപ്ഡ്. ഫീൽ ക്രാംപ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ക്രാമ്പ് ചെയ്യുക, അങ്ങനെ ഒരു ഇടുങ്ങിയ രീതിയിലാണോ ചെറിയ ഹൗസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതാണ് ഫസ്റ്റ് വരുന്നത്. ഐഡിയാസ് വിച്ച് ആർ പ്രിറ്റി ആൻഡ് നാരോ മൈൻഡഡ്. അപ്പോൾ നമ്മുടെ ആശയങ്ങൾ അത് സുന്ദരമാണ്, പക്ഷെ അത് നാരോ മൈൻഡഡാണ്, ഇടുങ്ങിയ ഒരു ചിന്താഗതിയിലുള്ളതാണെന്നാണ് പറയുന്നത്. ആൻഡ് എ ഹൗസ് ഡിവൈഡഡ് ഇൻ ടു റൂംസ് ബൈ വാൾസ്. എന്താണ് ഈ ഒരു ഫ്രേസ് നാരോ ഡൊമസ്റ്റിക് ബോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വീട് അതിനെ 2 ചുമരുകളായിട്ട് ഡിവൈഡ് ചെയ്തത്, അങ്ങനെയാണെന്നാണ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇതല്ല അല്ലേ, കാരണം ഒരു എക്സാക്റ്റ് മീനിങ് ഇതിൽ കൊടുക്കുന്നില്ല. നമ്മളിപ്പം പോയറ്റ് ആയതിനെ കൊണ്ട്, ഈ ഒരു കവിത ആയതുകൊണ്ട് തന്നെ അതിനെന്താണ് അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന ഐഡിയാസ് വിച്ച് ആർ പ്രിറ്റി ആൻഡ് നാരോ മൈൻഡഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. ഒന്നും കൂടെ പറയാം. നമ്മുടെ ആശയങ്ങൾ എന്താണ്? സുന്ദരമാണ്, പക്ഷെ അത് ഇടുങ്ങിയതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസറും കൂടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, വൈ ഈസ് റീസൺ കമ്പയർഡ് വിത്ത് ക്ലിയർ സ്ട്രീം. എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് വൈ. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്നാണ് കേട്ടോ. ഈസ് കമ്പയർഡ് വിത്ത് ക്ലിയർ സ്ട്രീം. ഒരു ക്ലിയർ സ്ട്രീമായിട്ട് എന്തുകൊണ്ടാണ് റീസണെ കമ്പയർ ചെയ്തിട്ടുള്ളതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് റീസണെ കമ്പയർ ചെയ്തിട്ടുള്ളത്? ദാറ്റ് ഈസ് സ്ട്രീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം റീസൺ എന്ന് പറഞ്ഞത് ക്ലിയർ സ്ട്രീമായിട്ട് കമ്പയർ ചെയ്യും, കാരണം അത് ആ ഒരു തോട്ട് പ്രോസസ്സിനുള്ള ക്ലാരിറ്റിയാണ്. ദാറ്റ് ഈസ് ക്ലാരിറ്റി ഓഫ് തോട്ട് ഈസ് കമ്പയർഡ് വിത്ത് ക്ലിയർ സ്ട്രീം. ഇനി രണ്ടാമത്തെ ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേർ ഹാസ് റീസൺ ലോസ് ഇറ്റ്സ് വേ. എവിടെയാണ് ആ ഒരു കാരണത്തിൻ്റെ പാത നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് അതിൻ്റെ തൊട്ട് താഴെയുള്ള വരിയിൽ തന്നെ പറയുന്നുണ്ടത്. ഇൻ ദ ഡിയറി ഡെസേർട്ട് ഓഫ് ഡെഡ് ഹാബിറ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ലുക്ക് അറ്റ് ദി ലൈൻ ഡിയറി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ് കേട്ടോ വരുന്നത്, കാരണം അത് പോയമിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നതാണെങ്കിൽ, ലുക്ക് അറ്റ് ദി ലൈൻസ് ഡിയറി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്. ദ സൗണ്ട് ഡി ഇസ് റിപ്പീറ്റഡ് 4 times അല്ലേ? 4 times റിപ്പീറ്റഡ് ചെയ്യുന്നില്ലേ നോക്ക്. അപ്പോൾ ഇവിടെ ഡി, ആൻഡ് ഹിയർ ഇറ്റ് ഇസ് ഡി, ആൻഡ് ഹിയർ ഇറ്റ് ഇസ് ഡി, ആൻഡ് there is a sand in D. The sound D is repeated 4 times. Why? എന്തുകൊണ്ടാണിത്? The repetition of sound gives the line a musical quality അല്ലേ? Cherry, desert, sand of dead habit. This poetic device is called the alliteration. അങ്ങനെ അടുത്തടുത്ത രീതിയിൽ നമ്മളിപ്പം സൗണ്ട് ഏതെങ്കിലും ഒരു സൗണ്ട് വരുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെറ്റർ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? അലിട്രേഷൻ എന്നാണ് കേട്ടോ പറയുന്നത്. വി വിൽ നൗ ഗോ ബാക്ക് ടു ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ദി പോയം. അപ്പം ഫസ്റ്റ് പാർട്ടിൽ പോകുന്നതാണെങ്കിൽ എന്താണ് കാണുന്നത്? അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളോട് പറയുന്നത്, ക്യാൻ യു പിക്ക് ഔട്ട് 2 lines വേർ ലെറ്റർ ആൻഡ് സൗണ്ട് ആർ റിപ്പീറ്റഡ്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന 2 സൗണ്ട് ഉള്ളത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം ഇതിന് ഉദാഹരണമായിട്ട് നമ്മുടെ ഫസ്റ്റ് ലൈൻസിൽ, പോയിൻ്റെ ഫസ്റ്റ് ലൈൻസിൽ വരുന്നതാണ്. ഒന്ന് വരുന്ന ഇവിടെ നോക്കൂ, ഈ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സൗണ്ട് എന്താണ്? എച്ച് അല്ലേ? ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. ഇവിടെ വരുന്ന ഒരു അലിട്രേഷൻ ഇതാണ് വരുന്നത്. എക്സാമ്പിൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കവിത വരുന്നത്. ടാഗോറിൻ്റെ ഏറ്റവും ചെറിയൊരു കവിതയാണ്. ഇതിൽ
സാഹിത്യപരമായിട്ടാണ് കവിതയിലെ അർത്ഥതലങ്ങൾ വരുന്നത്. ആ ഒരു രീതിയിൽ തന്നെ കവിതേനെ അപ്രോച്ച് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ചില ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ വെച്ച് തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും ഉണ്ടാകുന്നത് ഫൈനൽ എക്സാമിന്. അങ്ങനെ പഠിച്ചു പോവുക. എനിവേ താങ്ക് യു. ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ.